വേട്ട അവസാനിച്ചുവെന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അയ്യോ, ഞാൻ പറഞ്ഞതല്ല, സിനിമയിലുള്ളതാണ്. ഇതെന്നാ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല്, മോദി സ്തുതി പാടി നടന്ന ശശി തരൂര് വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ സമ്മിറ്റിലൊക്കെ പോയി നേതാക്കന്മാരെയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് തോളത്ത് കൈയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. മോഡി വിളിച്ചാൽ ശശിയേട്ടൻ അപ്പം അങ്ങോട്ട് പോകുമോ എന്ന് പേടിച്ചു നിന്ന കോൺഗ്രസുകാർക്ക് ഒന്ന് ശ്വാസം വിട്ട് നിവർന്നു നിന്നപ്പോ ആണ്ടേ വരുന്നു അടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രതികീർത്തിച്ചൊരു കുറിപ്പുമായി ഒരു ഒറ്റ വരവ. മാവോയിസ്റ്റ് വേട്ടയെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വിമർശിച്ചപ്പോൾ ശശി തരൂർ ഇവിടെ വ്യത്യസ്തനാവുകയാണ്. 2014 ശേഷം മാവോയിസ്റ്റ് വേട്ടയൊക്കെ കൃത്യമായത് ഈ പറയണ BJP-ക്കാർ വന്നേ പിന്നെ ആണെന്നാണ് ശശിയേട്ടന്റെ വാദം. മോദിന്റെ BJP വന്നപ്പോ ഗ്രാമങ്ങളിൽ വികസനം ചെന്നെന്നും മാവോയിസ്റ്റുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു എന്നും പറയുമ്പോ 2014 മുമ്പുള്ള കേന്ദ്രഭരണത്തെ അല്ലേ ശശി തരൂർ കുത്തി നോവിക്കണത്? മാവോയിസ്റ്റ് വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ളതാണ് കേന്ദ്രമെന്നൊക്കെ ശശി തരൂർ ആ ലേഖനത്തിൽ കുറിച്ചിട്ടുണ്ട്. അതിനർത്ഥം കോൺഗ്രസിന് ആ കെൽപ്പില്ല എന്നല്ലേ? ഇതിനു മുമ്പും അടിയന്തര കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്തെ വീഴ്ചകളും മോദിക്കുള്ള സ്തുതികളും പാടി നിറഞ്ഞു നിൽക്കുന്ന തരൂര് ആടി ഉലയുന്നൊരു മരക്കൊമ്പാണ്. ശശിയേട്ടൻ പിന്മാറിയതല്ല കോൺഗ്രസുകാരെ, ഞാൻ എങ്ങും പോവില്ല എന്ന് വിശ്വസിപ്പിക്കാൻ എടുത്തൊരു ഡ്രാമയായിരുന്നു ലക്ഷ്യ ക്യാമ്പിലെ ചായ കുടിയും ചിരിച്ചു കളിച്ചുള്ള ഫോട്ടോഷൂട്ടും. എത്ര മറച്ചു വെച്ചാലും ശശി തരൂർ എന്ന കോൺഗ്രസുകാരന്റെ ഉള്ളിലെ BJP ചായ്വ് പുറത്തു വരിക തന്നെ ചെയ്യും.